രണ്ടാണും ഒരു പെണ്ണും. കുഞ്ഞച്ചൻ ഉപദേശിച്ച് ദാരിദ്ര്യത്തെ മറന്നതാണ്. കർത്താവിനെ അറിഞ്ഞ അന്നു മുതൽ ദൈവവേലയ്ക്ക് തന്നെ സമർപ്പിച്ചു. ദൈവത്തെക്കുറിച്ചുള്ള തന്റെ സമർപ്പണ ബോധം തന്നെ മറ്റെല്ലാ ഭൗതിക നന്മയിൽ നിന്നും വ്യതിചലിപ്പിച്ചു. ജീവിതം ക്രിസ്തു മാത്രമായിരുന്നു. അതുപോലെ ത്രേസ്യ ക്രിസ്തീയ വിശ്വാസത്തിലും പ്രത്യാശയിലും തന്റെ ഭർത്താവിന്റെ താങ്ങായിരുന്നു. മക്കളാകട്ടെ ഭൗതിക ലോകത്തിന്റെ മായകളെ അത്ഭുതമായി വിശ്വാസ ജീവിതത്തെ കണ്ടു. മൂത്ത മകൻ മിനു, രണ്ടാമത്തവൻ ഓവൻ, മൂന്നാമത്തവൻ മിനി. നമുക്ക് അവരുടെ ജീവിതത്തിലേക്ക് ഒന്ന് എത്തി നോക്കാം. എന്നാത്തിനമ്മച്ചി ബഹളം വെക്കുന്നേ? ഞങ്ങളൊന്ന് വരാം. അപ്പനെ കാണുമ്പോൾ അവളൊരു പൂച്ചയാ, ഞാൻ വിളിക്കുമ്പോഴോ ഒരു വിലയില്ല. അപ്പൻ വരട്ടെ അമ്മച്ചി, എന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പനിങ്ങ് വരട്ടെ, ഞാൻ പറയുന്നുണ്ടടി. ഓ, അപ്പൻ ഇപ്പൊ ഞങ്ങളെ ശരിയാക്കാൻ പോവല്ലേ? ഇങ്ങനെ നടന്നോ? നീ ഒന്നും ഗുണം പിടിക്കത്തില്ലടാ. ത്രേസ്യ, എന്നതാണ് നീ പറയുന്നേ? ഗുണം പിടിക്കത്തില്ല? ആരാണ് ഈ ഗുണം പിടിക്കാത്തത്? ഭർത്താവിനെ സേവിക്കുന്ന വായിൽ നിന്ന് വാങ്ങോടി കയ്പിന്റെ വാക്ക് പുറപ്പെടുന്നത്. അയ്യോ അല്ല ചായ, ഈ പിള്ളേർക്കൊരു ദൈവഭയവുമില്ല. അതുകൊണ്ട് ശകാരം ഞാനങ്ങ് പറഞ്ഞു പോയത്. നമ്മുടെ മക്കളെ മൂന്നും അനുഗ്രഹിക്കപ്പെടുമ്പടി ദൈവം അവരെ അനുഗ്രഹിക്കും. നമുക്ക് കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കാൻ മക്കളെ. അപ്പ ഞാനിന്ന് പഠിക്കാൻ പോകുന്നില്ലപ്പാ. എന്നതാടാ മോനെ പോവാൻ കാര്യം? അപ്പ ഫീസ് കൊടുക്കാതെ എന്നെ എത്ര തവണ വിളിപ്പിച്ചെന്നറിയാം. എനിക്ക് നാളെ വയ്യ. മോനെ, അപ്പൻ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുവാണ്. ദൈവം അതിനുള്ള വഴി തുറക്കും. ദൈവം തരുവണ. ഫീസ് അടയ്ക്കേണ്ട ഡേറ്റ് നാളെ അപ്പ. അപ്പൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ എവിടുന്ന് കിട്ടാനാ? വല്ല കടം മേടിച്ച് താപ്പാ. മോനെ, കുഞ്ഞച്ചൻ ഉപദേശിച്ച് ഇതുവരെ ആരോടും കടം മേടിച്ചിട്ടില്ല. പക്ഷേ ദൈവം കുഞ്ഞച്ചന് വഴിയൊരുക്കാറേ ഉള്ളൂടാ. എന്തായാലും ആകട്ടെ, നാളെ എനിക്ക് ഫീസ് കൊടുത്താൽ മതി. കർത്താവേ, എനിക്കൊരു വഴിയുമില്ല, നീ തന്നെ വഴി ഒരുക്കണമേ നാഥാ. അമ്മച്ചിയെ, ഒരു ചായ എടുത്തേ. അലറാതിരിയടാ, എനിക്ക് രണ്ട് കയ്യേ ഉള്ളൂ. കയ്യൊക്കെ ഫ്രീ ആയിട്ട് മതി അമ്മച്ചി. മോനെ ബിനു, നിന്റെ ജോലിയുടെ ഇന്റർവ്യൂ എന്നതായടാ? ഓ, അതൊക്കെ അങ്ങനെ നടക്കും. അപ്പ നമുക്കൊരു ബൈക്ക് വേണം. എല്ലാവർക്കും ഉണ്ട്, നമുക്ക് മാത്രം ഒന്നുമില്ല. ഞങ്ങൾ മാത്രം സ്കൂളിലും കോളേജിലും ഒക്കെ നടന്നു പോയത്. എല്ലാവർക്കും കാറും ബൈക്കൊക്കെ ഉണ്ട്. എന്തിനാടാ ഇതൊക്കെ? നമുക്ക് നമ്മുടെ കർത്താവില്ലയോടാ, അത് പോരെ? നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെയും അവൻ തൻ്റെ മഹത്വത്തിനൊത്തുള്ള ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം മക്കളെ. ഓ, ഈ അപ്പൻ്റെ ഒരു കാര്യം എന്തു പറഞ്ഞാലും കർത്താവ് മതി. ഞങ്ങൾ ചെറുപ്പക്കാരുടെ ആവശ്യങ്ങൾ അപ്പന് മനസ്സിലാക്കില്ല. അച്ചായോ, ഇന്നും കൂടി അരയുള്ളൂ. പിള്ളേർക്ക് നാളെ എന്നാ കൊടുക്കും? കർത്താവ് തരുമടി. കഴിഞ്ഞ 3 ദിവസമായി ഞാൻ നിലവിളിച്ച് ഉപവസിച്ച് പ്രാർത്ഥിക്കുക. തമ്പുരാൻ വഴി തുറക്കുമടി ത്രേസ്യേ. ഉപദേശിയേ, കുഞ്ഞച്ചന് ഉപദേശി ഉണ്ടോ ഇവിടെ? ഉണ്ടല്ലോ. ആരാ? ആ, ഇത് ഞാനാ. തെക്കേപ്പാട്ട തങ്കച്ചനാന്നേ. ആ, അങ്കച്ചനാണ്. എന്നതാണോ ഈ കൊച്ചുകുടുംബക്കാർ? എന്റെ ഉപദേശി, ഇന്നലെ രാത്രി ഞാൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. നേരെ ഒന്ന് വെളുക്കാനും വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അതെന്നാ പറ്റി തങ്കച്ച? ഇന്നലെ രാത്രി ഞാൻ സ്വപ്നം കണ്ടു. കുഞ്ഞച്ചൻ ഉപദേശി മുൻപേ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് കരയുന്നു. പിന്നെ ഞാനൊരു ശബ്ദവും കേട്ടു, തങ്കച്ച പോയി കുഞ്ഞച്ചനെ സഹായിക്കാൻ. തമ്പുരാനെ, എന്റെ പ്രാർത്ഥന നിന്റെ സന്നിധിയിൽ എത്തിയല്ലോ നാഥാ. ഉപദേശി ഞങ്ങൾ പിടിച്ച് 1 മാസത്തേക്കുള്ള സാധനങ്ങൾ, പിന്നെ കുറച്ച് പൈസയും, പിന്നെ പ്രാർത്ഥന എന്നെയും എൻ്റെ കുടുംബത്തെ ഓർക്കണേ. എന്നാ ശരി, ഞാനിപ്പോൾ കിടന്ന് ഉറങ്ങട്ടെ. ദൈവത്തിന് മഹത്വം. ദൈവത്തിന് മഹത്വം. തങ്കച്ച, ദൈവം താങ്കളെയും കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ത്രേസ്യേ, ബോബ, എടാ മക്കളെ ഇങ്ങോട്ട് വന്നേടാ. എന്നാ അച്ചായ? എന്നതാ അപ്പച്ച? എടാ ബോബ, കണ്ടോടാ നിന്റെ ഫീസ്. എടി ത്രേസ്യേ, നിനക്കുള്ള അരിയും സാധനങ്ങളും ഇതാ. ഏരിയാവിനെ കാക്കയെ കൊണ്ട് പോറ്റിയ ദൈവം കുഞ്ഞച്ചന് വേണ്ടി തങ്കച്ചനെ അയച്ചടി. ഇപ്പോൾ മനസ്സിലായ മോനെ ബോബ, നമുക്ക് ലോകത്തേക്കാൾ വലുത് കർത്താവാണെന്ന്. ഓ, എന്റെ
വലിയവനാണ്. വർഷങ്ങൾ പലത് കഴിഞ്ഞു. കുഞ്ഞച്ചനുപദേശിയും ത്രേസിയും ഒക്കെ കാലത്തിന്റെ തികവിൽ പിതാക്കന്മാരോട് ചേർന്ന് മക്കൾ മൂവരും വിവിധ രാജ്യങ്ങളിലെത്തി ഭൗതികമായി അനുഗ്രഹിക്കപ്പെട്ടു. അപ്പന്റെയും അമ്മയുടെയും കണ്ണുനീര് നിമിത്തം ദൈവം അവരെ അനുഗ്രഹിച്ചു. ബിനു അമേരിക്കയിലും ബോബൻ കാനഡയിലും മിനി ലണ്ടനിലും എത്തി. ഇതാ അവർ തങ്ങളുടെ ഭവനത്തിൽ വീണ്ടും ഒരു ഒത്തുചേരലിനായി വരുന്നു. എടാ മക്കളെ, നിങ്ങളൊക്കെ തടിച്ചങ്ങ് കൊഴുത്തല്ലോടാ. എന്തുണ്ടായിട്ട് എന്താ കാര്യം ചായ? അപ്പനും അമ്മയല്ലായിരുന്നു നമ്മുടെ എല്ലാം. അതെ, നമുക്കിപ്പോ കാറിന് കാറും ബൈക്കിന് ബൈക്കും പണവും ഒക്കെ ആയി സമ്പൽ സമൃദ്ധിയിലെത്തി. ഇതിനൊക്കെ കാരണം നമ്മുടെ അപ്പന്റെയും അമ്മയുടെയും പ്രാർത്ഥന ഒന്ന് മാത്രമാണ്. സത്യമാ, ഞാൻ ഒരു ബൈക്കിന് വേണ്ടി അപ്പനോട് ചോദിച്ചപ്പോൾ അപ്പൻ പറഞ്ഞ വാക്ക് ഇപ്പോഴും എൻ്റെ ചെവിയിലുണ്ട്. നമുക്ക് കർത്താവില്ലേടാ, അത് പോരെ. എനിക്ക് എൻ്റെ കർത്താവിനെ മതിയാ ചായ. ഞാൻ എൻ്റെ ജോലിയൊക്കെ നിർത്തിയിട്ടാണ് ഇനി പോകുന്നത്. എനിക്ക് എൻ്റെ അപ്പൻ്റെ ആഗ്രഹം പോലെ കർത്താവിനെ സേവിച്ചാൽ മതി. സൂസിയും പിള്ളേരും കാനഡയിൽ തന്നെ നിൽക്കുക, ഞാൻ ഇവിടെ തന്നെ കൂടാൻ പോവുകയാണ്. എൻ്റെ അപ്പൻ്റെ ഉപദേശി എന്ന വിളിപ്പേര് ഞാൻ നിലനിർത്തട്ടെ. ദൈവ അച്ചായനെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ വേലയേക്കാൾ വലിയൊരു ഉദ്യോഗം വേറെ എന്നാ ഉള്ളേ? ദൈവത്തിന് മഹത്വം. നമ്മുടെ മക്കളും സമ്പത്തിനേക്കാൾ ഉപരി നമ്മുടെ അപ്പൻ സേവിച്ച ദൈവത്തെ സേവിക്കട്ടെ. നമുക്കും അപ്പനെ പോലെ പ്രാർത്ഥനയിലും ഉപവാസവുമായി ഒരു വിശുദ്ധ ജീവിതം നയിച്ച് നിത്യത പ്രാപിക്കാം. ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ഗുണപാഠമാണ് ലഭിച്ചത്? ഒരു നല്ല അപ്പനും അമ്മയ്ക്കും മാത്രമേ തങ്ങളുടെ മക്കൾക്ക് ക്രിസ്തുവിനെ വരച്ച് കാണിച്ച് മക്കളെ വളർത്താൻ കഴിയൂ. അങ്ങനെ വളരുന്ന മക്കൾക്ക് മാത്രമേ തങ്ങളുടെ ഭൗതിക നന്മകളെക്കാൾ വലുതായി ക്രിസ്തുവിനെ കാണാൻ കഴിയൂ. ദൈവം